ഇവിടെ എല്ലാവരും വിറച്ച് ചത്തിരിക്കുകയാണ്. പ്രഷർ കാരണം കുറേ പേർ ശ്വാസം മുട്ടി. വളരെ നല്ലതായിരുന്നു. പിന്നെ കുറേ പേർക്ക് ഇഷ്യൂ വന്നു കയറി. ഭയങ്കര സീനായിരുന്നു. രാത്രി വന്ന് കയറിയത് തന്നെ ഇങ്ങനെ 2 കിലോമീറ്റർ ഈ പട്ടിക്കാട്ടിൽ നടന്ന് ചത്തില്ല. അതുകൊണ്ട് ഓക്കെ ഹായ് ഗൈസ്, നമ്മൾ കഷ്ടപ്പെട്ട് 6-7 മണിക്കൂർ 12 കിലോമീറ്റർ ഈ പട്ടിക്കാട്ടിൽ നടന്ന് ചത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിൽ വിജയിച്ചിരിക്കുകയാണ്. ഇതിൽ ക്യാമറ തിരിക്കാൻ വയ്യ, പക്ഷെ എന്നിരുന്നാലും ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. അന്ന, ആകാശ്, എല്ലാമാരും ഇതാ ഇവിടെ ഉണ്ട്. ഇതാ ഈ സൊനാപ്പ് കാണിക്കാനാണ് ഇത്രയും നേരം കൊണ്ടുവന്നത്. നമുക്ക് താഴെ നിന്ന് കാണുന്ന സാധനമായിരുന്നു ഇത്. ഇതാ ഇവിടെ സോപ്പ് എന്തുവാ മോൻ കഴിവാന്ന് സോപ്പ് വെച്ചാൽ ആ പദമൊന്നും പറയണ്ട. സുറാമണി സോപ്പ് പതകം ഉണ്ടാവല്ലോ, എല്ലാം ഉണങ്ങിയിരിക്കണം. ഓക്കെ ബൈ. ഇവിടെ എല്ലാവരും വിറച്ച് ചത്തിരിക്കുകയാണ്. ഇങ്ങനെ മറ്റേ ഓക്സിജൻ മാസ്ക് ഉണ്ട്, മറ്റേ സൊനാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ വിശ്വസിച്ച് കയറിയതാണ്. ഇതാ എല്ലാവരും ഡെഡ്. ഓക്കെ വീഡിയോ ഉണ്ട്. ഇതാ എല്ലാവരും പല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കമാൻഡോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല പോലെ ഉണ്ടായിരുന്നത് പറഞ്ഞാൽ ഞാൻ ഇടിക്കും. കാരണം വെറും പട്ടിയായിരുന്നു. വെറും പട്ടിയില്ല, ട്രക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. തണുപ്പ് പ്രഷർ കാരണം കുറേ പേർ ശ്വാസം മുട്ടി. ഞാനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൻ്റെ അകത്ത്. ജീവനോടെ എങ്ങനെയോ തിരിച്ചു വന്നു. അങ്ങനെയല്ല ചെയ്യണ്ടേ. യൂട്യൂബ് ചാനൽ ഞങ്ങൾ നിൽക്കുന്നത് മറ്റെന്താണ് മലയുടെ പേര് പറഞ്ഞ കീർഗംഗ ഹൈക്ക്. ഓപ്പോസിറ്റ് മലക്കൊരു പേര് പറഞ്ഞു. അതിന്റെ ഓപ്പോസിറ്റ് അല്ല, കീർഗംഗയുടെ ഓപ്പോസിറ്റ് മല. പേരൊന്നും നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നിരുന്നാലും അങ്ങനെയല്ല. കീർഗംഗ ഈ മലക്കൊരു പേരുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ആ മലയുടെ പേരും കൂടെ പറഞ്ഞ ആളാവാന്ന്. പക്ഷെ നടന്നില്ല, ഒത്തില്ല. ഇത്രേ ഉള്ളൂ. അവിടെ എല്ലാം എന്താ നടക്കുകയാണ്. അടുത്ത സെറ്റ്. ഓക്കെ ഗൈസ്, എല്ലാവരും ഈ കള്ള പട്ടി എന്നെ കടിച്ച് ആ കിടക്കണ പട്ടി. ക്യാമറ എങ്ങനെ ഉണ്ടായിരുന്നു ട്രക്കിംഗ്? ഓക്കെ നല്ല നമ്മൾ മൂഞ്ചിപ്പോവും. ഓക്കെ എന്തായാലും രണ്ടും ഒരേ ഇത് തന്നെയാണ്. എനിക്ക് വിശക്കണം, എല്ലാം വാങ്ങിച്ച് കഴിക്കാൻ. വിശക്കാൻ ഇവിടെ തിന്ന എന്തോ ഉണ്ട്. പുല്ല് വാരി കഴിക്കുക. ബിരിയാണി ഈ മലയുടെ മണ്ടയിൽ ബിരിയാണി നിലക്ക്. ഓക്കെ അടുത്തത് വീടി ഒന്നും പറയാനില്ല, സ്തംഭിച്ചിരിക്കുകയാണ്. ഓക്കെ അത് സിഗ്മ മെയിൽ നോക്കിയതാണ്. ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ? സംഭവം നൈസാണ്, പക്ഷേ രാത്രി അതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേർക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നു കയറി. അത് ഏകദേശം എല്ലാവരും സോർട്ട് ചെയ്ത് വരുന്നുണ്ട്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം എൻ്റെ പട്ടി വരും. അതെ ലുക്ക് നോക്കിയാണ് ഇവിടെ ജീവനുണ്ടോന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇതാ എവിടെയൊക്കെ ലുക്ക് നോക്കണേ. നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. എക്സ്പീരിയൻസ്. ഇതിനെ വിശ്വസിക്കില്ല, ഇതിനെ വിശ്വസിക്കാം. ഭയങ്കര സീനായിരുന്നു. രാത്രി വന്ന് കയറിയത് തന്നെ എങ്ങനെയോ ഭാഗ്യം. പിന്നെ ഫുഡാണെങ്കിൽ അത്ര തന്നെ. ഫുഡ് കിട്ടിയ ഫുഡ് എല്ലാം ഫുഡായിരുന്നു. ജാതി ഫുഡ്. തണുത്ത് വിറച്ച് ജാക്കറ്റൊക്കെ ഇവിടെയൊക്കെ ഉണങ്ങായിട്ടേക്കുകയാണ്. ക്വില്ലെന്നൊക്കെ പറഞ്ഞു. ക്വില്ല് ഇതുണ്ടാ രാമേന്ദ്രന് 500 രൂപയ്ക്ക് കിട്ടണ സാധനമാണ് ക്വില്ല് പറഞ്ഞത്. പിന്നെ അതാ സൂരജ്. ഇവൻ എന്ത് ജന്മമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. തണുപ്പും ഇല്ല ചൂടും ഇല്ല. ഇങ്ങനെ ആയിരിക്കണം. ഇതുങ്ങൾക്കെല്ലാം വൈകാണ്ടായി. ടെൻഷനൊക്കെ അടിച്ച് നയന അമീൻ, എൻ്റെ സ്വന്തം അമീനൊക്കെ ഉള്ളത് കൊണ്ട് കാരണം ഞാൻ ജീവനോടെ തിരിച്ചു കയറി. ഇതായിരുന്നു ക്യാമ്പ് ഫയർ. ഇത് ക്യാമ്പ് ഫയർ ആയിരുന്നു. നല്ല തണുത്ത ക്യാമ്പ് ഫയർ. ഷൂവിന് വേണ്ടി അടിയാണ്. എല്ലാവരും ഇടിച്ച് കിണ്ടിയായി പഞ്ചറായിരിക്കുകയാണ്.
ഉള്ള ഇടിയെല്ലാം കിട്ടി. ഒരു ബോധമില്ലാണ്ട് നടക്കുവാണ് എല്ലാവരും. ഈ കാണുന്ന ഷോക്സ് ഏതെങ്കിലും ഇനി ഹോട്ട് സ്പ്രിങ് ഇനി വല്ല ചാല് പോലത്തെ സംഭവമാണെങ്കിൽ ഇതാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ടും മൂവ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ പറ്റണില്ല, ഒരു കൈയൊക്കെ മരവിച്ചിരിക്കണുണ്ട്.